കണ്ണൂർ തളിപ്പറമ്പിൽ വഖഫ് ബോർഡിന്റെ നോട്ടീസ് ലഭിച്ചതിന് പിന്നാലെ സ്ഥലയുടമ ഹൃദയാഘാതം വന്ന് മരിച്ചതായ ആരോപണം. കേരളത്തിൽ സ്ഥിരതാമസമാക്കിയ ആയുർവേദ ഡോക്ടർ വികാസ് മണ്ടോളാണ് ഇക്കഴിഞ്ഞ മാർച്ചിൽ മരണപ്പെട്ടത്. വഖഫ് ബോർഡിന്റെ നോട്ടീസ് വന്നതിന് പിന്നാലെ മാനസിക സമ്മർദ്ദം താങ്ങാനാവാതെയാണ് മരണപ്പെട്ടതെന്നാണ് കുടുംബം പറയുന്നത്. മിഥുൻ പിള്ള ചേരുന്നുണ്ട്. മിഥുൻ, വഖഫിന്റെ വേദന തന്നെയാണ് ഇത്. ഈ വഖഫ് ബോർഡ് നോട്ടീസ് വന്നതിന് പിന്നാലെയാണ് കേരളത്തിൽ താമസമാക്കിയ ഈ ആയുർവേദ ഡോക്ടർ മരിച്ചത്. രജനി, മാർച്ചിലാണ് കണ്ണൂർ തളിപ്പറമ്പിലെ ആയുർവേദ ഡോക്ടറായ വികാസ് മണ്ടോൾ ഹൃദയാഘാതത്തെ തുടർന്ന് മരിച്ചത്. കഴിഞ്ഞ വർഷം തൊട്ട് തന്നെ തുടർച്ചയായി ഇദ്ദേഹത്തിന് വഖഫ് ബോർഡിന്റെ നോട്ടീസ് ലഭിച്ചിരുന്നു എന്നാണ് കുടുംബം പറയുന്നത്. തൊട്ടു പിന്നാലെ ഇക്കഴിഞ്ഞ മാർച്ചിലും സമാനമായ രീതിയിൽ വഖഫ് ബോർഡിന്റെ നോട്ടീസ് വന്നിരുന്നു. ഇതിന് പിന്നാലെ മാനസിക സമ്മർദ്ദം താങ്ങാനാകാതെയാണ് ഇദ്ദേഹം മരിച്ചതെന്നാണ് കുടുംബം പറയുന്നത്. ഗൃഹനാഥൻ തന്നെ മരിച്ചതോടെ കുടുംബത്തിന്റെ മുന്നോട്ടുള്ള ജീവിതം തന്നെ പ്രതിസന്ധിയിലാകുന്ന ഒരു സാഹചര്യമാണുള്ളത്. നമുക്കറിയാം, നേരത്തെ തന്നെ തളിപ്പറമ്പ് നഗരത്തിലെ നിരവധി പേർക്ക് ഇത്തരത്തിൽ വഖഫ് ബോർഡിന്റെ നോട്ടീസ് ലഭിച്ചിരുന്നു. അത്തരത്തിൽ നോട്ടീസ് ലഭിച്ച ആളാണ് ഈ വികാസ് മണ്ടോളിന്റെ കുടുംബവും. ഇദ്ദേഹം കഴിഞ്ഞ 30 വർഷമായി കേരളത്തിൽ സ്ഥിരതാമസമാക്കിയ ബംഗാൾ സ്വദേശിയാണ്. 15 വർഷം മുമ്പ് തളിപ്പറമ്പ് നഗരത്തിൽ സ്ഥലം വാങ്ങി വീട് നിർമ്മിക്കുകയും ചെയ്തു. എന്നാൽ ഒരു സുപ്രഭാതത്തിൽ ഇദ്ദേഹത്തിന്റെ വീടിരിക്കുന്ന സ്ഥലം വഖഫ് ബോർഡിന്റേതാണെന്ന് പറഞ്ഞുകൊണ്ട് ഇദ്ദേഹത്തിന് നോട്ടീസ് ലഭിക്കുകയായിരുന്നു. ഈ നോട്ടീസ് ഇക്കഴിഞ്ഞ മാർച്ചിൽ നോട്ടീസ് ലഭിച്ച് പിറ്റേ ദിവസമാണ് അദ്ദേഹം ഹൃദയാഘാതത്തെ തുടർന്ന് മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അദ്ദേഹത്തിന്റെ മകൻ തന്നെ ആ ഒരു കാര്യം നമ്മോട് പറയുകയും ചെയ്തിട്ടുണ്ട്. ജനിച്ചു വളർന്ന സ്ഥലത്തിന് മുകളിൽ പെട്ടെന്നൊരു നാൾ വഖഫ് ബോർഡ് അവകാശവാദം ഉന്നയിച്ചതിന്റെ ആശങ്കയും ഈ ഒരു കുടുംബത്തിനുണ്ട്. മാത്രമല്ല, പിതാവ് മരിച്ചതോടെ കുടുംബത്തിന്റെ താളം തെറ്റുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഏക മകനായ വിപ്രോജിത്തിന്റെ പഠനം പോലും പ്രതിസന്ധിയിലാകുന്ന അവസ്ഥയാണുള്ളത്. ഇനി ഒരു കുടുംബത്തിനും ഇങ്ങനെ ഒരു വഖഫ് ബോർഡിന്റെ ഒരു അധിനിവേശം കാരണം ഇത്തരം ഒരു ദുരിതം ഉണ്ടാകരുത് എന്നൊരു കാര്യം തന്നെയാണ് ഈ കുടുംബം പറയുന്നത്. വിപ്രോജിത്തിനെ സംബന്ധിച്ച് പിതാവാണ് കുടുംബം നോക്കിയിരുന്നത്. വിപ്രോജിത്ത് ഡിഗ്രി വിദ്യാർത്ഥിയാണ്. ഇതിനിടയിലാണ് പിതാവ് മരിക്കുന്നത്. പിതാവ് മരിച്ചതോടെ പഠനം പോലും പ്രതിസന്ധിയിലാകുന്ന ഒരു ഗുരുതരമായ സാഹചര്യവും ഉണ്ട്. എന്നാലും വഖഫിന്റെ ഒരു അധിനിവേശത്തെ തുടർന്നാണ് ഈ മരണം എന്നൊരു കാര്യം തന്നെയാണ് കുടുംബം പറയുന്നത്. ഇതൊരു മരണമല്ല, തങ്ങളുടെ പിതാവിനെ വഖഫ് ബോർഡിന്റെ ഈ ഒരു നിലപാടുകൾ കൊന്നതാണ് എന്നൊരു രീതിയിൽ തന്നെയാണ് കുടുംബവും പ്രതികരിക്കുന്നത്. രജനി, മിഥുൻ പിള്ളയാണ് വിവരങ്ങൾ പങ്കുവച്ചത്.